യെസ്, ശ്രീ കെ വിജയൻ, അങ്ങേക്ക് സംസാരിക്കാം. 11 മിനിറ്റ്. സർ, കേരള ഗവർണർ ജനുവരി 17-ാം തീയതി നിയമസഭയിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അംഗം ശ്രീമാൻ ടി പി രാമകൃഷ്ണൻ നടത്തിയ പ്രസംഗത്തിന് ഞാൻ എല്ലാവിധ പിന്തുണയും നൽകുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു വിഷയം കൂടി നമ്മുടെ ശ്രദ്ധയിൽ നിയമസഭയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്കിൽ, ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പ്രസംഗം നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആഗോള ഐക്യത്തെ തകർക്കുന്നതും അസ്ഥിരപ്പെടുത്തുന്നതും സാമ്രാജ്യത്വ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതുമായ പ്രസംഗമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പാരീസ് ഉടമ്പടിയിൽ നിന്ന് ഉള്ള പിന്മാറ്റവും ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കൂടാതെ US ആഭിമുഖ്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തും ഇന്ത്യയും ഏറെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് കുടിയേറ്റ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി മോഡി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാകുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഇത് വന്നുപെടുക എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ആയുധ കച്ചവടക്കാരനായ ഒരാൾ ഭരണം നടത്തുന്ന സാഹചര്യം വരുമ്പോൾ ലോകത്ത് ഇന്നുണ്ടാകുന്ന സമാധാന ശ്രമങ്ങളെയെല്ലാം തകർക്കുന്ന രീതിയിലേക്ക് വീണ്ടും അത് ശക്തി പ്രാപിക്കും. USSR തകർന്നതിനെ തുടർന്നുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് ആയുധ കച്ചവടക്കാരൻ അമേരിക്കൻ്റെ ഭരണാധികാരിയായി വന്ന രണ്ടാം വരവ് തീർച്ചയായും നമുക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മളത് ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. സർ, ഒരു നവകേരളം പടുത്തുയർത്തുവാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടുകൂടിയാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. അതിനായി ഉയർന്ന നിലവാരത്തിലുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യവും വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടനാ നിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും എല്ലാവർക്കും വീട് എന്ന ഉറപ്പും ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു നവകേരളമാണ് എന്ന് പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നേട്ടങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു എന്ന് എത്രയോ പേരുടെ അഭിപ്രായങ്ങളോട് നമുക്കറിയാൻ കഴിഞ്ഞതാണ്. സർ, എന്നാൽ എന്തെല്ലാം പ്രതിസന്ധികളെയാണ് നേരിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. പ്രളയങ്ങൾ, കോവിഡ്, ഉരുൾപൊട്ടൽ, നോട്ട് നിരോധനം തുടങ്ങിയ എത്രയോ പ്രതിസന്ധികളെയാണ് നമ്മൾ ഒറ്റ മനസ്സോടെ കേരളീയ സമൂഹം നേരിട്ടത്. ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് സർക്കാരിനോടൊപ്പം കേരള സമൂഹത്തെ നിലനിർത്തിയാണ് ഇതിനെല്ലാം അതിജീവിക്കാൻ കേരള ഗവൺമെൻറ് പരിശ്രമിച്ചത്. ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് നമുക്ക് വേണ്ടുന്ന സഹായം നൽകിയിരുന്നില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ UDF എടുത്ത നിലപാടും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. UDF പല തവണകളായി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അവസാനം കേരളത്തിലെ ഭരണകക്ഷി അംഗങ്ങളെല്ലാം തന്നെ സമരരംഗത്തേക്ക് പോയപ്പോൾ പോലും അവർ വിമുഖത കാണിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യസ്നേഹത്തിലൂന്നിയ പുരോഗതി എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റണമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിലേക്കായി കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1,80,857 കുടുംബത്തിന് പട്ടയം നൽകി എന്നത് ചെറിയ കാര്യമല്ലല്ലോ സർ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. കഴിഞ്ഞ വർഷത്തിനിടയ്ക്ക് 4,24,800 കുടുംബങ്ങൾക്ക് വീട്, കൂടാതെ 1,13,700 കുടുംബങ്ങൾക്ക് കൂടി വീട് നിർമ്മിക്കാനുള്ള കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് 64,006 കുടുംബങ്ങൾ അതിദരിദ്രരാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ് ആരോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് വീട്, പാർപ്പിടം, വിദ്യാഭ്യാസം, മറ്റിതര സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് ഈ ഗവൺമെൻറ് തുനിഞ്ഞിട്ടുള്ളത്. ഒപ്പം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി പഠിക്കുവാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ആശുപത്രി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. എല്ലാ മേഖലയിലും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഒരു ഗവൺമെൻറ് ഇതിനപ്പുറത്ത് എന്താണ് ചെയ്യേണ്ടത്? 62 ലക്ഷം പേർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകുന്നു. ഇന്നലെ
3200 രൂപ വിവിധങ്ങളായ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വർദ്ധിപ്പിക്കാനും ഈ ഗവൺമെൻറ് ഇനിയും മടിക്കില്ല, അത് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. സർ, ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിതരണ സമ്പ്രദായം PDS ആധുനീകരിച്ച് വിതരണ ശൃംഖല മാനേജ്മെൻറ്റ് മുഖേന എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സർ, കൃഷി പ്രോത്സാഹിപ്പിച്ച് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള പരിശ്രമത്തിലാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സമഗ്ര കാർഷിക വികസന പദ്ധതിയായ കൃഷി സമൃദ്ധി നടപ്പിലാക്കുന്നു. തരിശുരഹിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം. ക്ഷീരോത്പാദന സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് 16 വർഷത്തെ ആദ്യത്തെ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ അടയാളപ്പെടുത്തുന്നതും ശാസ്ത്രീയ സാങ്കേതിക വിദ്യ, വിവര വിനിമയ സാങ്കേതിക വിദ്യ എന്നിവയിലൂടെ വളർന്നുവരുന്ന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റം വരുത്തുന്നു. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു ക്ഷേമ പദ്ധതിയും ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങളും ഒന്നും തന്നെ നിർത്താതെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ സ്വന്തം നികുതിയിൽ നിന്നുള്ള റവന്യൂ വരവ് 47,661 കോടി രൂപയായിരുന്നു. നിരന്തര ശ്രമത്തിലൂടെ 2023-24 സാമ്പത്തിക വർഷം പ്രസ്തുത തുക 77,038 കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. കേന്ദ്ര വിഭജന പൂളിൽ നിന്ന് കേരളത്തിൻ്റെ വിഹിതം 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.875% 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 1.925% ക്രമാനുഗതമായി കുറഞ്ഞിട്ടുണ്ട്. GST നഷ്ടപരിഹാരവും റവന്യൂ കമ്മി ഗ്രാൻറ്റുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ നിയന്ത്രണ വ്യവസ്ഥകളുമായി കൂട്ടിയോജിപ്പിച്ച് നിർത്തലാക്കിയതും പുതിയ വായ്പാ നിയന്ത്രണങ്ങളും സർക്കാരിന് സാമ്പത്തിക വെല്ലുവിളി ഉണ്ടാക്കുകയാണ്. എന്നാലും ഈ തടസ്സങ്ങൾക്കിടയിലും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ്. ഇവിടെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ പോലുള്ള സംരംഭങ്ങളിലൂടെ മാലിന്യം സംസ്കരിക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് 88% കുടുംബങ്ങൾ വാതിൽപ്പടി മാലിന്യ ശേഖരണം പ്രയോജനപ്പെടുത്തി ഹരിതകർമ്മസേന ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പൊതുമരാമത്ത് പ്രവർത്തന രംഗത്ത് ദേശീയപാതാ വികസന രംഗത്തും വലിയ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ആകെയുള്ള റോഡുകളുടെ 60% ഉന്നത നിലവാരങ്ങളിലേക്ക് BMBC നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. സർ, സാമ്പത്തികമായി തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വേതനം നൽകി കേരളം അഭിമാനപൂർവ്വമായി തലയുയർത്തി ഊർജ്ജ സംരക്ഷണത്തിൻ്റെ സ്വന്തം കഴിവിൽ കേന്ദ്ര പട്ടികയിൽ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. സ്റ്റാർട്ടപ്പ്, വ്യവസായ സംരംഭം, ആരോഗ്യ വിദ്യാഭ്യാസം, ജീവിത നിലവാരം കേരളം എന്നീ മുന്നേറ്റമാണ് ഉള്ളത്. മോഡിക്ക് മുട്ടുമടക്കാനല്ല പോരാടാനാണ് കേരളം തയ്യാറാകുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഇത്. ഗ്രാമങ്ങളിൽ ഏറ്റവും ഉയർന്ന വേതനം നിലനിൽക്കുന്നത് കേരളത്തിലാണ്. മാതൃമരണ ശിശുമരണ നിരക്കുകൾ ഏറ്റവും കുറവ്. മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന ജമ്മു കാശ്മീർ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ മാതൃമരണ ശിശുമരണ നിരക്കുകൾ താരതമ്യേന കുറവാണ്. എന്നാൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്ന മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മാതൃമരണ ശിശു മരണ നിരക്കുകൾ വളരെ കൂടുതലാണ്. തൊഴിലാളികളുടെ വേതനത്തിന് ആരോഗ്യ സാമൂഹ്യ മേഖലകളിലെ മികവുമായി ബന്ധമുണ്ട് എന്നാണ് റിസർവ് ബാങ്ക് കാണിക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ നേട്ടം. കാർഷിക മേഖലയിൽ 3 ലക്ഷം പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സാർ. അതേപോലെ കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംരംഭക മുന്നേറ്റം ഈ കാലയളവിലുണ്ടായി. 1,39,840 സംരംഭകരാണ് പുതുതായി കടന്നു വന്നത്. എല്ലാവർക്കും റേഷൻ കാർഡ് നൽകുന്ന സംവിധാനം ഉറപ്പാക്കിയിട്ടുണ്ട്. കിഫ്ബിയിലൂടെ ഒരു 50 വർഷം കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മളെ ഈ കേരളത്തിൽ നടക്കുന്നത്. നേരത്തെ അതോടെ ഒട്ടേറെ പേർ പ്രതിപാദിച്ചതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സർ, ഇന്ന് ജോയിൻറ്റ് കൗൺസിൽ പണിമുടക്ക് നടത്തുന്നുണ്ട്. നേരത്തെ ഇവിടെ അപ്പുറത്തുനിന്ന് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ജോയിൻറ്റ് കൗൺസിൽ പണിമുടക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാനല്ല. UDF ഗവൺമെൻറ് കാലത്ത് എടുത്ത, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് എടുത്ത ഒരു നിലപാടിൻ്റെ ഭാഗമായി പെൻഷൻ സമ്പ്രദായം ഇല്ലാതാക്കി
ഒരു നിലപാട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം നിർത്തലാക്കിയിരുന്നു. അത് നടപ്പിലാക്കുമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതാണ്. ഒരു സംഘടന എന്ന നിലയ്ക്ക് സംഘടനകൾ പോരാട്ടത്തിലൂടെയാണ് അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ജോയിന്റ് കൗൺസിൽ ആ പ്രക്ഷോഭണത്തിലേക്ക് വന്നത്. പൊടുന്നനെ ഒരു സമരമല്ല, വളരെ ശക്തമായ കാൽനട പ്രചരണ ജാഥകൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ട് ആ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് ആ സംഘടന നടത്തുന്നത്. കേരളത്തിൽ ഇതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് CITUവും AITUCയും INTUCയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിൽ അവർ പ്രക്ഷോഭണ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മറ്റു വിധ തൊഴിലാളി സംഘടനകളും അത്തരം പണിമുടക്കുകളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പെൻഷൻ നിർത്തലാക്കിയത് UDF ഗവൺമെൻറ്റാണ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആയിരുന്നു എന്ന കാര്യം മറക്കരുത്. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് ഇത് ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ച കാര്യം കൂടിയാണ് ഇത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം എല്ലാവർക്കും റേഷൻ കാർഡ് പദ്ധതി തീർച്ചയായും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 5,08,421 പുതിയ കാർഡുകൾ നൽകാൻ കഴിഞ്ഞു എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. വഴിയോരത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തുകൊണ്ട് വീടില്ലാത്ത അവർക്ക് കൂടി റേഷൻ കാർഡ് കൊടുക്കുന്ന സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൊതുവിതരണ രംഗത്ത് പുതിയ ദിശാബോധമുള്ള K-സ്റ്റോർ പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ സൂചിപ്പിച്ച പദ്ധതികളോടൊപ്പം തന്നെ പ്രകടന പത്രികയിൽ സൂചിപ്പിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ കൂടി ഈ കാലയളവിൽ ചെയ്തു എന്ന കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നന്ദി പ്രമേയത്തെ ഒരു തവണ കൂടി അനുകൂലിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.